7 വർഷമായി വിവാഹ ജീവിതം കഴിഞ്ഞ് മക്കളില്ലാതെ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു. ഞങ്ങളെപ്പോലെ കഷ്ടപ്പെടുന്ന ഒരുപാട് ദമ്പതിമാർ നമ്മുടെ സമൂഹത്തുണ്ടെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. ഞങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്, കുത്തുവാക്കുകൾ കേട്ടിട്ടുണ്ട്, ഒരുപാട് പേരുടെ വായിരുന്ന് ഞങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. എനിക്കാണ് പ്രശ്നം, എൻ്റെ ഭാര്യയ്ക്കാണ് പ്രശ്നം, എന്താണ് മക്കളില്ലാത്ത എന്തൊക്കെയോ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഞങ്ങൾ കേട്ടതും ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതും കേൾക്കാത്തതുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഒരുപാട് അനുഭവിച്ചു. ഞാൻ കേരളത്തിൽ നിന്നും എൻ്റെ ഭാര്യ തമിഴ്നാട്ടിൽ നിന്നുമാണ്. ഞങ്ങൾ അങ്ങനെയാണ് വിവാഹ ജീവിതത്തിലൂടെ കടന്നു വന്നത്. തുടക്ക ജീവിതത്തിൽ തന്നെ അമ്മയില്ല എനിക്ക്. അമ്മായിച്ചൻ പോരായിരുന്നു ഇവൾ ഒരുപാട് അനുഭവിച്ചിരുന്നത്. മെയിനായിട്ട് മക്കളില്ല. 1 മാസമായി, 2 മാസമായി, 3 മാസമായി, 1 വർഷമായി. പിന്നെ കുത്തുവാക്കുകളായി. എന്തിനാണ് ഉപേക്ഷിച്ചൂടെ, മക്കളുണ്ടായില്ലെങ്കിൽ പിന്നെ വേറൊരാളെ കല്യാണം കഴിച്ചൂടെ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വാക്കുകളായി. അപ്പോൾ ഞാൻ വിദേശത്തായിരുന്നു, ദുബായിലായിരുന്നു ജോലി. ഞാനത് ഉപേക്ഷിച്ചു, നാട്ടിൽ വന്നു. കുറേ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകളുണ്ടായി. ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. കുറേ ഹോസ്പിറ്റലുകളിൽ കയറി ഇറങ്ങി നടന്നു. സാമ്പത്തികം കുറഞ്ഞു വന്നപ്പോൾ ഞങ്ങൾ കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ വന്ധ്യതാ ചികിത്സ എന്ന് പറഞ്ഞുകൊണ്ട് വിക്ടോറിയ ഹോസ്പിറ്റലിനുള്ളിൽ അതിൽ ട്രീറ്റ്മെൻറ്റ് 2019 മുതൽ ഞങ്ങൾ തുടർന്ന് വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരിയെങ്കിൽ ശനിയാഴ്ച ദിവസം നമുക്കിവിടെ വരാം. അപ്പോൾ വ്യാഴാഴ്ച ദിവസം ടെസ്റ്റ് എടുക്കുന്നു. ഹോസ്പിറ്റലിലെ ഡോക്ടർ, ഗാനമുരളി ഡോക്ടറാണ് ടെസ്റ്റ് എടുത്തത്. അവിടുന്ന് റിസൾട്ട് കണ്ട് നെഗറ്റീവാണ്. അങ്ങനെ വൈഫ് പോയി ഒരു പ്രഗ്നൻസി ടെസ്റ്റ് മേടിച്ചുകൊണ്ട് പോയി. ഇനി യാത്ര ചെയ്യുന്നതിന് കുഴപ്പമില്ല, അതുവരെ യാത്ര ചെയ്യലൂ എന്നാണ് പറഞ്ഞേക്കുന്നത് അടുത്ത്. അപ്പോൾ നമുക്ക് ബസ്സിൽ പോകണ്ടേലും എനിക്ക് ഒന്നുകൂടി ടെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞ് വെള്ളിയാഴ്ച പോകുന്നു. മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഞാനറിയാതെ തന്നെ ഇവിടെ ടെസ്റ്റ് മേടിച്ചുകൊണ്ട് പോയി ടെസ്റ്റ് ചെയ്തു. 2 റെഡ് ലൈൻ. ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് 2 റെഡ് ലൈൻ ഇവിടെ കാണുന്നു. എന്നെ വിളിക്കുന്നു. ഇതാണൊക്കെ സംഭവിച്ചത്, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ഞങ്ങൾക്ക് ഡോക്ടറിനോട് നല്ല അടുത്ത ഒരു പരിചയമുള്ളതുകൊണ്ട് ഉടനെ തന്നെ ഡോക്ടറിനെ വിളിച്ചു. ഡോക്ടറിനെ നമ്പറിൽ വിളിച്ചു. ഡോക്ടർ നമ്പർ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇല്ല, നമ്മൾ ടെസ്റ്റ് ചെയ്തതാണല്ലോ, അങ്ങനെ വരാൻ ചാൻസ് ഇല്ല, എങ്കിൽ കാര്യം ചെയ്യൂ. ഞങ്ങളിതാണ് കാര്യം പറഞ്ഞു, ഞങ്ങൾക്കൊരു പള്ളിയിൽ പോകണം. അപ്പോൾ പോകാൻ വരട്ടെ, ശനിയാഴ്ച നിങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോവാം, നമുക്കൊന്നുകൂടി നോക്കാം എന്താ സംഭവിച്ചതെന്ന്. അവിടെ ഈ ടെസ്റ്റ് കൊണ്ട് കൊടുക്കുന്നു. വീണ്ടും അതേ കണക്ക് തന്നെ ടെസ്റ്റ് എടുക്കുന്നു. അപ്പോൾ ഡോക്ടർ ഒരു അതിശയോക്തിയോടെ പറഞ്ഞു, സത്യത്തിൽ ഇത് എനിക്കും അറിഞ്ഞൂടാ, ഇതെന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് അറിഞ്ഞൂടാ, സത്യം ഞങ്ങൾക്കും അറിഞ്ഞൂടാ. ഈ നിമിഷം എൻ്റെ കുഞ്ഞിന് 5 മാസമായി. ഞങ്ങൾക്ക് ഇപ്പോഴും അതിശയമാണ് എന്താണ് സംഭവിച്ചത് ജീവിതത്തിൽ. ഈ കൃപാസനത്തിൻ്റെ വാതിലിൽ വന്ന് നിന്നിട്ട് പോകണം എന്ന് മാത്രമേ ആശ്രയിച്ചുള്ളൂ, അന്ന് ആഗ്രഹിച്ചിട്ടുള്ളായിരുന്നു. പക്ഷേ എനിക്ക് അന്ന് മുതൽ എൻ്റെ ഭാര്യ അതിനുശേഷം ഞാനിവിടെ വന്നില്ല. മൂന്നാം മാസമായപ്പോഴത്തേക്ക് ജൂൺ 12-ാം തീയതി ഭയങ്കര പ്രഗ്നൻ്റായിരിക്കുന്നത് 3 മാസമായി. ഭയങ്കര ചുമയും പനിയും. അപ്പോൾ എൻ്റെ ഇടവകയായ അവിടെ ഞങ്ങളുടെ സെൻറ്റ് ആൻറ്റണീസിൻ്റെ കുരിശടിയുണ്ട്, പട്ടാള കുരിശടി എന്ന് പറയുന്നത്, അല്ല അറിയായിരിക്കും കൊല്ലത്തുള്ളവർക്ക്. അപ്പോൾ തൊട്ടടുത്താണ് എൻ്റെ ഭവനം. അപ്പോൾ അവിടുത്തെ പെരുന്നാളാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞ് വിഷമിച്ച് കരഞ്ഞ് നിൽക്കുക. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഇവിടുന്ന് കിട്ടിയ കാശ് രൂപമുണ്ട്, ഈ കാശ് രൂപം കൊടുക്കുന്നു. അപ്പോൾ ഏകദേശം ഞാൻ എൻ്റെ മനസ്സുകൊണ്ട്